ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യൻ താരങ്ങൾ റാഞ്ചിയിലെത്തി. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളാണ് റാഞ്ചിയിലെത്തിയത്. ടെസ്റ്റ് പരമ്പരയിലെ നാണം കെട്ട തോൽവിക്ക് പകരം വിട്ടാനാണ് ഗംഭീറും സംഘവും തയ്യാറെടുക്കുന്നത്. JSCA സ്റ്റേഡിയത്തിൽ ഇന്ന് താരങ്ങൾ പരിശീലനത്തിനിറങ്ങും. ഞായറാഴ്ചയാണ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി റാഞ്ചിയിലെത്തിയ സൂപ്പർ താരങ്ങൾ ഇതിഹാസ താരം MS ധോണിയെ കണ്ടു. ധോണിയുടെ റാഞ്ചിയിലെ ഫാം ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരാണ് ധോണിയെ കാണാനെത്തിയത്. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റിന് പിന്നാലെ തൃശൂർ മാജിക് FCയും സെമിയിൽ. ഫോഴ്സ കൊച്ചിയെ മറുപടിയില്ലാത്തൊരു ഗോളിനെ തോൽപ്പിച്ചാണ് തൃശൂർ സെമി ഉറപ്പിച്ചത്. കെവിൻ ഹാവിയറാണ് തൃശൂരിന്റെ വിജയ ഗോൾ നേടിയത്. കൊച്ചി നേരത്തെ സെമി കാണാതെ പുറത്തായിരുന്നു. പുരപ്പറമ്പിൽ കുത്തിരി കത്തിച്ചുകൊണ്ട് തൃശൂർ മാജിക് ഗോൾ നേടിയിരിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരളയിൽ നിർണായക പോരാട്ടത്തിന് കണ്ണൂർ വാരിയേഴ്സ് ഇന്നിറങ്ങും. കാലിക്കറ്റ് FCയാണ് എതിരാളികൾ. സെമി ലക്ഷ്യമിടുന്ന കണ്ണൂരിന് ജയം അനിവാര്യമാണ്. ലീഗിൽ 17 പോയിന്റുമായി കാലിക്കറ്റ് ഒന്നാമതും 10 പോയിന്റുള്ള കണ്ണൂർ 5-ാം സ്ഥാനത്തുമാണ്. രാത്രി 7:30 കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ ഹൈദരാബാദിനെയും ഉൾപ്പെടുത്തിയതിന് സ്ഥിരീകരണം. ലയണൽ മെസ്സി തന്നെയാണ് ഔദ്യോഗിക പേജിലൂടെ വേദികൾ പ്രഖ്യാപിച്ചത്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലാണ് 3 ദിവസത്തെ സന്ദർശനത്തിൽ മെസ്സി എത്തുക. ഡിസംബർ 13 മുതൽ 15 വരെയാണ് മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം. സിനിമാ താരങ്ങൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി IPL ഫ്രാഞ്ചൈസി ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളുടെ ചിത്രങ്ങൾ. സഞ്ജുവിനോടൊപ്പം ഇതിഹാസ താരം MS ധോണിയും ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും ചൂണ്ടയിടുന്ന ചിത്രങ്ങളാണ് വൈറലാകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ധോണിയെയും ഋതുരാജിനെയും സഞ്ജു ചേട്ടൻ സ്വീകരിച്ചപ്പോൾ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഭക്ഷണം ധോണിയും ഋതുരാജും ആസ്വദിച്ച് കഴിക്കുന്ന ചിത്രങ്ങളും ഉൾപ്പെടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. അണ്ടർ-17 ലോകകപ്പിൽ മുത്തമിട്ട് പോർച്ചുഗൽ. കലാശ പോരാട്ടത്തിൽ ഓസ്ട്രിയയെ വീഴ്ത്തിയാണ് പോർച്ചുഗൽ കന്നി കിരീടത്തിൽ മുത്തമിട്ടത്. എതിരില്ലാത്തൊരു ഗോളിനായിരുന്നു പോർച്ചുഗലിന്റെ ജയം. അനീസിയോ കബ്രാളാണ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. യൂറോ കപ്പ് നേട്ടത്തിന് പിന്നാലെയാണ് അണ്ടർ-17 ലോകകപ്പ് കൂടി പോർച്ചുഗൽ സ്വന്തമാക്കിയത്.